friends, welcome to Xeta Tech. നമ്മൾ ഇന്ന് ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മാത്സിലൊക്കെ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് തന്നെയാണ്. ദാറ്റ് വിൽ ഡു സം ഓപ്പറേഷൻ. നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റേഴ്സ് ആക്ട് ചെയ്യുന്നത് ഓപ്പറൻസിലായിരിക്കും. നമുക്കിപ്പോൾ എഴുതാം C = A + B പറഞ്ഞ് എഴുതുകയാണെന്നാണ്. എയും ബിയും അതിൻ്റെ ഓപ്പറൻസ് ആണ്. ഈ പ്ലസ് എന്നുള്ളതാണ് അതിൻ്റെ ഓപ്പറേഷൻ. സോ പ്ലസ് എന്നുള്ള ഓപ്പറേഷൻ നമ്മുടെ ഓപ്പറൻസിനകത്ത് എന്തോ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സിക്കകത്തോട്ട് അസൈൻ ചെയ്യുന്നു. ഇവിടെ നടക്കുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ്. പ്ലസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനും കൂട്ടിയിട്ട് സിക്കകത്തോട്ട് അസൈൻ ചെയ്യും. നമുക്ക് പൈത്തണിനകത്ത് 7 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് വരുന്നത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഡിവൈസ് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആൻഡ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്. ഇതിനകത്ത് ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ബാക്കിയുള്ള പാർട്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഫസ്റ്റ് വരുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പൈത്തണിനകത്ത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, നമ്മുടെ ഡേറ്റ ടൈപ്സ് ആയിട്ടുള്ള ഇൻറ്റീജേഴ്സ്, ഫ്ലോട്ടിംഗ് പോയിന്റ്, കോംപ്ലക്സ് നമ്പേഴ്സിലൊക്കെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. ഇതിൽ ചിലതൊക്കെ നിങ്ങൾ മാത്സിൽ പഠിക്കുന്നത് തന്നെയാണ്. സോ അധികം എക്സ്പ്ലനേഷൻ ഇതിന് ഈ ഒരു കേസിന് ആവശ്യമായിട്ട്. ഫസ്റ്റ് വരുന്ന ഓപ്പറേറ്റർ ആണ് അഡീഷൻ, പ്ലസ്. എക്സും വൈയും ഓപ്പറൻസും പ്ലസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഓപ്പറേറ്റർ. അടുത്ത മൈനസ്, സബ്ട്രാക്ഷന് വേണ്ടിയിട്ട്, സ്റ്റാർ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട്, സ്ലാഷ് ഡിവിഷന് വേണ്ടിയിട്ട്, മോഡുലസ് ഓപ്പറേഷന് വേണ്ടിയിട്ട്, സ്റ്റാർ എന്ന് പറയുന്ന എക്സ്പൊണന്റേഷന് വേണ്ടിയിട്ടാണ്, ഡബിൾ സ്ലാഷ് എന്ന് പറയുന്ന ഫ്ലോ ഡിവിഷൻ. ഇതിനകത്ത് പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സാധാ മാത്സ് പോലെ തന്നെയാണ്. ഓക്കെ, ഇനി എല്ലാ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിനായി ആദ്യം തന്നെ നമുക്ക് 2 നമ്പേഴ്സിനെ ഇൻപുട്ടായിട്ട് സ്വീകരിക്കാം. ഇൻപുട്ട് ഫംഗ്ഷനെ പറ്റിയും ഇൻറ്റ് ഫംഗ്ഷനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരിക. ഇൻപുട്ട് സ്വീകരിക്കുക, അതിനെ നമ്മൾ ഇൻറ്റീജറിലോട്ട് കൺവേർട്ട് ചെയ്ത് എക്കകത്തും ബിക്കകത്തും വാല്യൂ കൊടുക്കുന്നു. എന്നിട്ട് ഈ എക്കകത്തും ബിക്കകത്തുമാണ് നമ്മൾ എല്ലാ ഓപ്പറേഷൻസും ചെയ്ത് നോക്കുന്നത്. നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റെ ഫസ്റ്റ് നമ്പർ ഞാനൊരു 10 കൊടുക്കുന്നു. എൻ്റെ സെക്കൻഡ് നമ്പർ ഞാനൊരു 3 കൊടുക്കുന്നു. ഓക്കെ, ഇനി അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനകത്ത് വരുന്ന ഫസ്റ്റ് വൺ അഡീഷൻ, ദെൻ എന്താണ് സബ്ട്രാക്ഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ. കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പോലെ തന്നെയാണ് ഇത് വർക്ക് ആവുന്നത്. പിന്നെ പ്രിന്റ് ചെയ്യാനായിട്ട് ഞാൻ ഫോമാറ്റ് ഫംഗ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമ്പർ 10 ആയിരുന്നു, 3 ആയിരുന്നു. 10 + 3 സിയിലോട്ട് എന്ത് വന്നു, 13 വന്നു. അതിനെ പ്രിന്റ് ചെയ്തു. 10 - 3 7 പ്രിന്റ് ചെയ്തു. 10 × 3 30 പ്രിന്റ് ചെയ്തു. എല്ലാവർക്കും അറിയാമായിരിക്കും. ഇനി നമുക്ക് വരുന്നത് ഡിവിഷനും നമ്മുടെ സാധാ നോർമൽ ഡിവിഷൻ കണക്ക് തന്നെയാണ്. ഷിഫ്റ്റ് എൻ്റർ, 10/3. 10/3 എന്ന് പറയുമ്പോഴത്തേക്ക് 3.33. ഇത് പ്രെസിഷൻ കൂടുതലുള്ളത് ഇത്രയും വാല്യൂസ് കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഫ്ലോ ഡിവിഷൻ. ഫ്ലോ ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 10/3. ആദ്യം ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കാം, എന്നിട്ട് എന്താ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. 10/3 ചെയ്തപ്പോൾ എന്താ വന്നത്, 3.33 എന്നാണ് വന്നത്. പക്ഷെ ഫ്ലോ ഡിവിഷൻ ചെയ്തപ്പോൾ ഈ ഡെസിമൽ പാർട്ട് ട്രങ്കേറ്റ് ആയിട്ടുള്ള 3 മാത്രമാണ്, ഇൻറ്റീജർ പാർട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് മോഡുലോ ഡിവിഷൻ. മോഡുലോ ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് നമ്മുടെ റിമൈൻഡർ ആയിരിക്കും. ഇപ്പോൾ 10/3 ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റിമൈൻഡർ എന്തായിരിക്കും, 1 ആയിരിക്കും. സോ മോഡുലസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് വാല്യൂ എന്ന് പറയുന്നത് റിമൈൻഡർ ആയിരിക്കും, 1 ആയിരിക്കും റിമൈൻഡർ ആയിട്ട്. ഇനി അടുത്ത വരുന്നതാണ് എക്സ്പൊണന്റേഷൻ. സോ അതിനകത്ത് വരുന്ന 10⁻³ എന്നുള്ള ഫോമാറ്റിലായിരിക്കും വരുന്നത്. 10⁻³ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. 10⁻³ എന്ന് പറയുമ്പോൾ 1000 എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പൈത്തണിലെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അടുത്ത് വരുന്ന ഓപ്പറേറ്റേഴ്സ് അടുത്തടുത്ത വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് മെൻഷൻ ചെയ്താൽ മതിയാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.